ഗൈസ് ജെഫോടെക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് യൂട്യൂബിന്റെ മാത്രമല്ല, നമുക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഈ മൂന്ന് സംഭവത്തിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ യൂട്യൂബ് പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന 2-3 ആപ്ലിക്കേഷൻസ് ആണ് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും, പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുള്ള വാട്സപ്പും. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 സംഭവങ്ങൾ നമുക്കിനി പൈസ കൊടുക്കാതെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആലോചിക്കുക നിങ്ങൾ, സംഗതി ഫുള്ള് പ്രശ്നത്തിലാകും. കാരണം നമ്മൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമായാലും ഫുൾ ടൈം റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ. കുട്ടികളായാലും മുതിർന്ന ആൾക്കാരെല്ലാം നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മളൊരു സമയം പോക്കിന് വേണ്ടി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വാട്സപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പറ്റാത്തൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. വാട്സപ്പ് നമ്മൾ ഫുൾ ടൈം ഞാനാണ് തന്നെ എൻ്റെ ഈ ചാനലുകൾക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ് സർവീസുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് പേരുടെ ട്രെയിനിങ്, പിന്നെ അവർക്കുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ് സർവീസുകൾ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആരായിക്കോട്ടെ വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അവിഭാജ്യ ഘടകമാണ്. ഈ ഒരു സംഭവം നമുക്കിനി പെയ്ഡായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാവും ആലോചിച്ചോ നിങ്ങൾ. നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി പൈസ കൊടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഇനി മുന്നോട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം മീഡിയ വൺ ചാനൽ ഇതുപോലൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കവിടെ കാണാം. ഇൻസ്റ്റയും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കാൻ ഇനി പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടിരുന്നോ? ഈ ആപ്പുകളിൽ പുതിയ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് മെറ്റ. വരും മാസങ്ങളിൽ ഇത് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇവിടെ വന്നതോടുകൂടി ഒരുപാട് പേര് നമുക്ക് വാട്സപ്പിലും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്താണ് ചേട്ടാ സംഭവം, നമ്മൾ ഇനി പൈസ കൊടുക്കേണ്ടി വരുമോ, നമ്മൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യണം, നമുക്ക് യൂട്യൂബ് ഇതുപോലെ തന്നെ ആവുമോ എന്നൊക്കെ ചോദിച്ചാണ് മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, യൂട്യൂബ് ഒരു സെപ്പറേറ്റ് കമ്പനിയാണ്. യൂട്യൂബ് വേറെയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, പിന്നെ വാട്സപ്പ്, ഇത് മൂന്നും മെറ്റയുടെ കീഴിൽ വരുന്നൊരു സാധനമാണ്. അതായത് മെറ്റയുടെ കീഴിലാണ്, മെറ്റയാണ് ഈ ഒരു വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മേടിച്ചേക്കുന്നത്, അവരുടെ ഓണറായിട്ട് വരുന്നത്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ചില മാറ്റങ്ങളും ഫീച്ചേഴ്സ്, പുതിയതായിട്ട് വരുന്ന കുറേ അപ്ഡേഷൻസും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഈ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അതായത് നമുക്കറിയാം, നമ്മളൊരു പിക്സാർട്ട് അല്ലെങ്കിൽ VN ആപ്ലിക്കേഷൻ, നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സൈറ്റുകൾ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ പെയ്ഡാണ് അല്ലേ. VN ആപ്ലിക്കേഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടേതായ രീതിയിൽ പൈസ കൊടുക്കാതെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ അറിയാതെ പെയ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ പൈസ കൊടുത്തതിന് ശേഷം മാത്രം, നമ്മൾ സബ്സ്ക്രിപ്ഷൻസ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനാവുള്ളൂ, ഡൗൺലോഡ് ചെയ്തെടുക്കാനാവുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ആണ് അതിനകത്ത്. അതേപോലെ തന്നെ നമ്മളിപ്പം സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും പെയ്ഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് വാട്സപ്പ് നമുക്ക് ഫുൾ ചാറ്റ് ചെയ്യുന്നതിനൊന്നും പൈസ കൊടുക്കണമെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അകത്ത് റീൽസ് കാണാൻ പറ്റത്തില്ല എന്നല്ല. അപ്പം അതായത് ഫേസ്ബുക്കിൻ്റെ അകത്തും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും വാട്സപ്പിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആ ഫീച്ചേഴ്സ് വരുന്നത് വഴി അങ്ങനെയുള്ള ഫീച്ചേഴ്സ്, കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പെയ്ഡായിട്ട് നമ്മളിപ്പോൾ ഒരു എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നേരത്തെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ നമ്മൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൂടുതൽ നല്ല വൃത്തിയിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വെച്ചിട്ട് എഡിറ്റ് ചെയ്തെടുക്കാനാവുള്ളൂ. അതേപോലെ തന്നെ ഇത് കാണണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മളത് പൈസ കൊടുത്ത് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് നമ്മളിപ്പം സാറിന് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടുതൽ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. അതായത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാറിന് നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങൾ കിട്ടും. ചില ഫീച്ചേഴ്സൊക്കെ പൈസ കൊടുത്തിട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്ന കുറച്ച് നല്ല വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഒക്കെ കണ്ടു കഴിഞ്ഞ്, അതായത് നമ്മളൊരു വാട്സപ്പ് സ്റ്റാറ്റസ് ആണ്, നമ്മൾ ഫേസ്ബുക്കിലെ സ്റ്റാറ്റസ് ഒക്കെ ആരൊക്കെ നമ്മുടെ സ്റ്റാറ്റസ് വന്ന് കണ്ട് ചെയ്തു പോയി എന്ന് നമുക്ക് അറിയാനാവും. അതേപോലെ നമുക്ക് ഒരാളുടെ സ്റ്റാറ്റസ് കാണണം, പക്ഷെ അവരറിയുകയും ചെയ്യരുത്. അതായത് നമ്മൾ അവരുടെ സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് അവരറിയരുത് നമ്മൾ ഇന്നയാളുടെ സ്റ്റാറ്റസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, നമ്മളൊരാളുടെ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ അത് അറിയാതിരിക്കാനുള്ള ഫീച്ചേഴ്സ് അടക്കം നമുക്ക് ഈ ഒരു ഓപ്ഷൻ അത് വരുന്നുണ്ട്, പുതിയ അപ്ഡേഷനകത്ത് വരുന്നുണ്ടെന്നാണ്. ഏകദേശം ഒരു മാസം കൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഫീച്ചർ നമുക്ക് അവൈലബിൾ ആവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ വണ്ണിൻ്റെ ഒരു എന്താ പറയുക, ഏകദേശം യൂട്യൂബ് ചാനലുകളൊക്കെ കുറേ കിട്ടുമെന്ന് തോന്നുന്നു. അവരുടെയൊക്കെ മീഡിയ വണ്ടിയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷമാണ് കുറേ ആൾക്കാർക്ക് ഭയങ്കര പേടിയും സംശയങ്ങളും, സത്യം പറഞ്ഞാൽ എന്നെയും നമ്മളെല്ലാവരും ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ പൈസ, നമ്മളിപ്പോൾ ഒരു നെറ്റ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫോൺ അല്ലേ. ഫോണിൻ്റെ അകത്ത് കോൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ എത്ര പൈസ കൂട്ടി എന്ന് പറയാൻ നമ്മൾ ചെയ്യേണ്ടിരിക്കുക. നമുക്കത് അവിഭാജ്യ ഘടകമായിട്ട് വന്നേക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുക. അതേപോലെ തന്നെ ഇതും വന്നു കഴിഞ്ഞാൽ നമ്മളറിയാണ്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ സംശയങ്ങളായതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.